പണം അനുവദിച്ചെന്ന് പറഞ്ഞതല്ലേ, ഇനി പാലം പണി കൂടി എന്ന് തുടങ്ങുമെന്ന് കൂടി പറയാമോ? ചോദ്യം വെള്ളനാടി നിവാസികളുടേതാണ്. 2021 വെള്ളനാടിയിലെ വള്ളക്കടവ് പാലം തകർന്നത്. ജീപ്പ് പോകുന്ന വീതി മാത്രമേ പാലത്തിന് ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും രണ്ട് കരകളുടെ പ്രധാന സഞ്ചാരമാർഗമായിരുന്നു ഇത്. പാല നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ചതായി അധികൃതർ അറിയിച്ചു. പാലത്തിന്റെ തൂണുകൾ അവശേഷിക്കുന്നതിനാൽ അതിന്റെ ബലപരിശോധന നടത്തി അതേ തൂണുകൾ നിലനിർത്തി പാലം പണിയുവാനായിരുന്നു പദ്ധതി. തൂണുകൾക്ക് ബലക്ഷയമുണ്ടെങ്കിൽ താൽക്കാലിക നടപ്പാലം നിർമ്മിച്ച ശേഷം കൂടുതൽ തുക അനുവദിച്ച പുതിയ പാലം നിർമ്മിക്കുമെന്നും അധികൃതർ പ്രഖ്യാപിച്ചു. എന്നാൽ ഇപ്പോൾ തൂണുകൾ മാത്രമായി വള്ളക്കടവ് പാലം അവശേഷിക്കുകയാണ്. വെള്ളനാടി എസ്റ്റേറ്റ് ഭാഗത്താണ് പുതിയ പാലം സ്ഥിതി ചെയ്യുന്നത്. കരിനിലം, അമരാവതി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കൂവപ്പള്ളി പ്രദേശത്തേക്കുമുള്ള സമാന്തര പാത കൂടിയായിരുന്നു ഇത്. എസ്റ്റേറ്റിൽ ഉൾപ്പെടെ വെള്ളനാടി ഭാഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾ കിലോമീറ്ററുകൾ ചുറ്റി മുണ്ടക്കയം വഴി എത്തിയാണ് മറുകരയ്ക്ക് പോകുന്നത്. ഇത് 2021 പ്രളയത്തിന് പോയ പാലമായത്. അപ്പം കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ നാട്ടുകാർ പഞ്ചായത്തിലും അതുപോലെ MLA, MP എല്ലാവർക്കും ഞങ്ങൾ നിവേദനമായിട്ട് കൊടുത്തിട്ടുണ്ട്, പ്രക്ഷോഭണം വരെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ ഇതിന് യാതൊരു ഇത് നടന്നിട്ടില്ല. ഇപ്പം പറയുന്നുണ്ട് MLA പറഞ്ഞ് പൈസ അനുവദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ 3 വർഷമായിട്ട് പറയുന്നുണ്ട് പൈസ അനുവദിച്ചിട്ടുണ്ട്, 50 ലക്ഷം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് പറയുന്നതല്ല, ഒന്നും നടന്നിട്ടില്ല. ഈ പാലം 90-ൽ ഞങ്ങൾ നാട്ടുകാർ തോട്ടം തൊഴിലാളികളെ കൂടി അന്നത്തെ കാലത്ത് പിരിവെടുത്തുണ്ടാക്കിയ പാലമാണ് ഇത്. ഇപ്പം പഞ്ചായത്തിനെ കൊണ്ട് പറ്റത്തില്ല, MLA കൊണ്ട് പറ്റുന്നില്ല, സർക്കാരിനെ കൊണ്ട് പോലും പറ്റുന്നില്ല ഇപ്പോൾ പറയുന്നത്. അപ്പം അതിനുള്ള ഇപ്പം നമ്മൾ ഈ പാലം ഇപ്പം ഇതിൻ്റെ കൂടെയുള്ള മറ്റുള്ള പാലം ഒക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇത് നമുക്ക് തോട്ടം തൊഴിലാളികൾ ആ പാടെ 500 രൂപയ്ക്ക് പണിയും തോട്ടം തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നത്. 250 രൂപ വണ്ടിക്കൂലി മുടക്കി അവർ ഇങ്ങോട്ട് വന്നിട്ടിരിക്കുന്നത് ഇപ്പം. അപ്പോൾ അതുപോലെ നാട്ടുകാർ നമ്മുടെ പുലിക്കുന്ന്, മുഞ്ചോല്, ഇപ്പോൾ വട്ടക്കാവ്, ഇഞ്ചാനി, ഇങ്ങനെ 2-3 പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് തോട്ടം തൊഴിലാളിക്കാനുള്ള നാട്ടുകാർക്ക് ഏറ്റവും ഈ മുണ്ടക്കം പഞ്ചായത്തിലെ ഈ ക്രോസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലൊരു പാലമാണ് ഇത്. അത് പണിയാൻ വേണ്ടി ഈ നടന്നില്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ, ഇപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല, ഇവിടെ നാട്ടുകാരുടെ നേതൃത്വം ഞങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കും. നമുക്ക് ഇനിയും നമുക്ക് പ്രക്ഷോഭത്തിൻ്റെ രീതി മാറുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മുണ്ടക്കം പഞ്ചായത്തിലേക്ക് ഒരു പ്രകടനം നടത്തിയാണ് ഒന്ന്. ഇനിയിപ്പോൾ നമ്മളില്ലെങ്കിൽ അടുത്ത ഘട്ടം ഞങ്ങൾ നടത്തും. അത് നാട്ടുകാരാണ്, ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയി, ഇവിടെ രാഷ്ട്രീയം ഇല്ലെന്നത്. നാട്ടുകാർ ഉണ്ടാക്കിയ പാലമാണ്, നാട്ടുകാരുടെ പാലമാണ്. അതിപ്പോൾ നമുക്ക് നടക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ആറ്റിൽ വെള്ളം കുറവുള്ള സമയങ്ങളിൽ ആളുകൾ നടന്ന് അക്കരെ കയറും. കാലവർഷം ശക്തമാകുന്നതോടെ ഈ വഴിയും ഇല്ലാതെയാകും. 2 പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഏക ആശ്രയമായ പാലം എത്രയും വേഗം നിർമ്മിക്കുവാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.